ഹലോ അസ്സലാമു അലൈക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹാൻഡ് മെയ്ഡ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാനും ഇത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഫെയിലാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ തന്നെ കേട്ടോ വിചാരിച്ചത്. എന്തുകൊണ്ടാണ് എനിക്കിത് ഫെയിലായത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പഴയ ന്യൂസ് പേപ്പർ, നോട്ട്, A4 ഷീറ്റ്, നമ്മൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയ ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ നമ്മൾ എഴുതി ഇനി യൂസ് ചെയ്യാത്ത നോട്ടുകളൊക്കെ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് രീതിക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഈ പേപ്പർ ട്രിമ്മർ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറും കൈ കൊണ്ടിങ്ങനെ കീറിയെടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായി കീറിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഫൈനലി എല്ലാ പേപ്പേഴ്സും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾ കുറച്ച് വലിയൊരു പാത്രത്തിൽ കുറച്ചൊരു 1/4 ഭാഗം വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് എല്ലാം ഇതിൽ സോക്ക് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത പേപ്പർ എല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ദിവസം വെള്ളത്തിൽ നമ്മൾ ഈ പേപ്പർ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പേപ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അത്ര ഫൈൻ ആക്കിയിട്ട് എല്ലായിരുന്നു എടുത്തത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. അതുപോലെ ഇങ്ങനെ ഞാൻ എല്ലാ പേപ്പേഴ്സും അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുക. ഇത് വിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അടിയിൽ ന്യൂസ് പേപ്പർ വിരിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം വെള്ളം വേഗം വലിച്ചെടുക്കും. അപ്പോൾ ഞാനത് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മറക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ അടിച്ചെടുത്ത പൾപ്പ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കൈ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഏതാണ്ട് ഒരു സൈസാവുന്ന വരെ നിങ്ങളാക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നിങ്ങൾ വേറൊരു കോട്ടൺ ക്ലോത്ത് കൂടി വെച്ചിട്ട് ഒരു പത്തിരിക്കോല്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ പത്തിരിക്കോൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അധികം അമർത്താതെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള വെള്ളം ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് തുറന്നു നോക്കുക. എവിടെയെങ്കിലും കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇല്ലേ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള പൾപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സെയിം ക്ലോത്ത് തന്നെ ഇട്ടാൽ മതി. പിന്നെ അത് നനഞ്ഞത് കൊണ്ട് വേറൊരു ക്ലോത്ത് ഇട്ട് ഒന്നുകൂടി ആ പത്തിരിക്കോല് വെച്ച് പരത്തി ഒന്നുകൂടി പ്ലെയിൻ ആക്കിയെടുത്തു. അപ്പോൾ ഒന്നാമത്തെ പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ മെത്തേഡാണ് കേട്ടോ അത്. ഇനി സെക്കൻഡ് മെത്തേഡ്, നമ്മൾ അടിച്ചെടുത്ത ഈ പൾപ്പ് ഒരു വലിയ പാത്രം എടുക്കുക കേട്ടോ. ഇതല്ല, കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുക. നിങ്ങളിൽ ഏറ്റവും വലിയ പാത്രം ഏതാണോ അതെടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം ആക്കുക. എന്നിട്ട് ഈ പൾപ്പ് അതിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ പൊടി അരിക്കുന്ന അരിപ്പ ഉണ്ടാവില്ലേ നിങ്ങളുടെ വീട്ടിൽ, ആ അരിപ്പയുടെ ഈ ഒരു റൗണ്ടിൽ ആ റൗണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ അരിപ്പ വെച്ച് ആ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എൻ്റേത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഫൈൻ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാണ് വരുന്നത്, ഒരു ഫൈനായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ പൊങ്ങി നിൽക്കുന്നതൊക്കെ നന്നായി അടിയാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറിയതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് അതേപോലെ വിരിച്ച് കൊടുക്കുക. നിങ്ങൾ അതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വിരിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ വിരിച്ചില്ല, പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുക.
എന്നിട്ട് നമ്മൾ വേറൊരു ക്ലോത്ത് എടുത്തിട്ട്, ഒരു നനവില്ലാത്തൊരു ക്ലോത്ത് എടുത്തിട്ട് അതിന് മുകളിലെ വെള്ളം ഒപ്പിയെടുക്കുക. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതിനുണ്ട്, അതിൻ്റെ മിസ്റ്റേക്ക് എനിക്കുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല, കാരണം അതിലുള്ള വെള്ളം ഞാൻ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ തട്ടിയപ്പോൾ അത് വന്നു, പക്ഷെ ഒരു ഭാഗം ദാ വളഞ്ഞു പോയി, ഒന്ന് മടക്ക് വന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കൈകൊണ്ട് മെല്ലെ നേരെയാക്കി എടുത്തു. പിന്നെ എനിക്കത് ശരിയായിട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെയുള്ളതൊക്കെ ഞാൻ ഭയങ്കര സ്മൂത്തായി, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തു, അതിലുള്ള വെള്ളമൊക്കെ പോക്കി. എന്നിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പേപ്പർ ഉണ്ടാക്കിട്ടോ. ഇനി നിങ്ങൾക്ക് കളർഫുൾ പേപ്പർ വേണമെങ്കിൽ ഞാനിവിടെ ഫുഡ് കളർ, ഈ നമ്മൾ പൾപ്പ് മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ഗ്രീനാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഗ്രീന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു പേപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കുറച്ചുകൂടി ഞാൻ നല്ല കളർ തന്നെ ആഡ് ചെയ്തു, എന്നാലേ നമുക്ക് ഉണങ്ങി വരുമ്പോൾ ഈ പേപ്പറിന് ഏതാണ്ടൊരു ഗ്രീൻ കളർ കിട്ടുള്ളൂ. നമ്മൾ ഈ കാണുന്ന കളർ തന്നെ പേപ്പറിന് കിട്ടുമെന്നില്ല, ഉണങ്ങി വരുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും. നല്ല പേസ്റ്റൽ ഗ്രീൻ ആയിട്ടാണ് കിട്ടിയത്. നല്ല ഭംഗിയുണ്ട് ആ പേപ്പർ കാണാൻ. പിന്നെ ഞാനിത് ഓരോന്നായിട്ടിങ്ങനെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരുപാട് പേപ്പർ ഈ സ്റ്റെപ്പ് വെച്ച് ചെയ്തു. ഈ ഗ്രീൻ കളറിൻ്റെ മുകളിൽ തന്നെ ഞാൻ ബ്ലൂ ആഡ് ചെയ്ത് വേറെ കളർ ഉണ്ടാക്കി. അതിനുശേഷം ഈ ബ്ലൂവിൻ്റെ മുകളിൽ തന്നെ ഞാൻ റെഡും കൂടി ആഡ് ചെയ്ത് ഈ കളർ ഉണ്ടാക്കി. ഈ കളർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഒരു പേസ്റ്റൽ പിങ്ക് കളറായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇതൊക്കെ ഒന്ന് വെയിലത്ത് ഉണങ്ങാൻ വെച്ചു. മഴക്കാലമായതുകൊണ്ട് എനിക്ക് ഈ വലിയ ഈ ഷീറ്റ് ഉണങ്ങി കിട്ടാൻ ഒരു 4 ദിവസം വേണ്ടി വന്നു കേട്ടോ. പക്ഷേ ഈ ഷീറ്റ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ തൊട്ടും എടുത്തും കളിച്ച് പല ഭാഗങ്ങളും കീറിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ഉണങ്ങാൻ വെച്ച് അങ്ങനെ വിടുക, അതിനിടയ്ക്ക് പോയി തൊടാതിരിക്കുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് വെച്ച് ചെയ്തതിൻ്റെ കുറച്ച് കട്ടി കൂടുതലാണ്, പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടമായത് രണ്ടാമത്തെ ഈ റൗണ്ടിലുള്ള നമ്മൾ അരിപ്പ ഉപയോഗിച്ച് ചെയ്ത മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ സൈഡൊക്കെ വേഗം പൊട്ടി പോകുന്നുണ്ടായിരുന്നു, പക്ഷേ സൂപ്പറാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച പേപ്പേഴ്സാണ് കേട്ടോ. ഇത് വേഗം ഉണങ്ങി കിട്ടിയിട്ടുമുണ്ട്, നല്ല അടിപൊളി പേപ്പറുമാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നു. പേസ്റ്റൽ ഗ്രീന്, പിങ്ക്, എല്ലാം ഒരു പേസ്റ്റൽ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ അപ്പുറം കാണുന്നുണ്ടോ, എഴുതുമ്പോൾ അപ്പുറത്ത് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെയ്ഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ടോംബോൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോയിൽ കാണിച്ച ആ പെന്നിൻ്റെ ഒരു സെറ്റും കൂടി ഞാൻ വാങ്ങി. ഇതിൽ എക്സ്ട്രാ 2 പീസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പെന്ന് ഉപയോഗിച്ച് ഞാൻ ഇതിൽ ടെസ്റ്റ് നോക്കുകയാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ തന്നെ എഴുതി നോക്കുകയാണ് കേട്ടോ. സൂപ്പറായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, നല്ല ഭംഗിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറും അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചറൊക്കെ വളരെ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര ഭംഗിയായിട്ടല്ലേ എഴുതാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ ആവുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ. അതൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിക്ക് നമുക്ക് എഴുതാം. അതിൻ്റെ അപ്പുറത്തൊന്നും കാണുമൊന്നുമില്ല. ഇനി അതേപോലെ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് കൊണ്ടുണ്ടാക്കിയ പേപ്പറിലും നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും അപ്പുറത്തൊന്നും ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു കലിഗ്രാഫീൻ്റെ ഒരു ഒബ്ലിക് ഹോൾഡറോ അങ്ങനെ എന്തോ പേരുള്ള ഒരു കലിഗ്രാഫിയുടെ പെന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഈവനിങ് 6 മണിക്ക് ശേഷം വീഡിയോ എടുത്തുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി ഇല്ല, ഒരു ലൈറ്റ് ഇല്ലായിരുന്നു. എന്നാൽ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് പിറ്റേന്ന് രാവിലത്തേക്ക് വെക്കാൻ തോന്നിയില്ല, എനിക്ക് വേഗം അൺബോക്സ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് ഇല്ലായിട്ട് ഞാനത് അൺബോക്സ് ചെയ്തത്. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കലിഗ്രാഫീൻ്റെ പെന്നും അതിൻ്റെ നിബ്ബുകളും
ഒരു 5 നിബ്ബുകളും പിന്നെ അതിൻ്റെ ഇങ്കും കൂടെ വരുന്ന സെറ്റാണ് കേട്ടോ. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എനിക്കിതുകൊണ്ട് എഴുതാനൊന്നും അറിയില്ല, പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് പഠിക്കാമല്ലോ, ഇതെങ്ങനെയുണ്ട്, ക്വാളിറ്റി വൈസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നല്ല റിവ്യൂ കണ്ട് വാങ്ങിയ കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം ഞാനൊരു ഏതാണ്ട് ഐഡിയ വെച്ച് ഉപയോഗിച്ച് നോക്കി. പിന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ ഇത് വെച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാനൊരു വേർഡ് എഴുതി, ഹാപ്പി എന്ന് എഴുതി നോക്കി. എനിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ക് കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, ഫസ്റ്റത്തെ എച്ചിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് സ്പ്രെഡായിപ്പോയി. ബാക്കിയെല്ലാം ഭയങ്കര സ്മൂത്തായി എഴുതാൻ പറ്റി. കാലിഗ്രാഫി ഇങ്ക് ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ സ്യൂട്ട് ആവുമോ എന്നുള്ള ടെസ്റ്റാണ് ഇവിടെ നടത്തിയത്. അത് പെർഫെക്റ്റാണ്, ഒന്നും പറ്റിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.